എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിഷയം കൊടുമ്പിരി കൊണ്ടു നിൽക്കുകയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ വി.ഡി. സതീശൻ പത്രസമ്മേളനത്തിൽ വലിയൊരു കാര്യം പറയുണ്ടായി. അതായത് BJPയും CPMും അധികം കളിക്കണ്ട, എൻ്റെ കയ്യിൽ, അതായത് ഞങ്ങളുടെ കയ്യിൽ വലിയൊരു ബോംബുണ്ട്, ആ ബോംബ് പൊട്ടിക്കാൻ പോകുകയാണെന്ന്. അപ്പോൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. അതായത് CPMൽ ഓൾറെഡി ഒരുപാട് പെണ്ണുപിടിയന്മാരുണ്ട്. അപ്പോൾ അധികം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ആരാണെന്ന് നോക്കിയിട്ട്. പക്ഷേ അവർക്ക് അറിയേണ്ടത് BJPയിലാണ്. അതായത് BJP നേതാക്കന്മാരെ കുറിച്ച് ഇത്തരത്തിൽ അലിഗേഷൻസ് അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചകഞ്ഞു നോക്കി ആരാണ് എന്താണ്, പക്ഷെ ഒരു ക്ലൂ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ മുമ്പും ഇത്തരത്തിലുള്ള അലിഗേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് സന്ദീപ് വാര്യർക്കെതിരെയായിരുന്നു. പക്ഷേ ഇപ്പോൾ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസ്സിലാണ്. മറ്റൊരു നേതാവിന്, അതായത് നിലവിലുള്ള ഒരു നേതാവിനെതിരെയും അത്തരത്തിലുള്ള ഒരു അലിഗേഷൻസ് ഇല്ല BJPയിൽ. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ വി.ഡി. സതീശൻ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വിരൽ ചൂണ്ടിട്ട് പ്രത്യേക ഒരു ആക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞോ, അതായത് അധികം കളിക്കണ്ട, കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സകലതും ഞങ്ങൾ വലിച്ചു പുറത്തിടും, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും, തലയിൽ മുണ്ടിട്ട് ഇറങ്ങേണ്ട അവസ്ഥ വരും എന്നാണ് വി.ഡി. സതീശൻ ഇങ്ങനെ വിരൽ ചൂണ്ടി ആക്ഷൻ കാണിച്ചിട്ട് പ്രത്യേക മുഖഭാഗം, അതായത് ഒരു സിനിമാ സ്റ്റൈലിൽ ഒരാളെ ഭീഷണിപ്പെടുത്തില്ലേ, അത്തരത്തിലാണ് വി.ഡി. സതീശൻ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വി.ഡി. സതീശൻ്റെ, അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ, കേരള സമൂഹത്തിൻ്റെ മുന്നിൽ വി.ഡി. സതീശൻ്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം പെണ്ണികേസിൽ പിടിച്ചിട്ട് ആ വി.ഡി. സതീശൻ്റെ വിത്ത് കാളയാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ മൊത്തം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെക്കാട്ടി ഇമ്പാക്റ്റ്, അതായത് പൊളിറ്റിക്കലി ഡാമേജ് ഉണ്ടാകുന്നത് വി.ഡി. സതീശൻ്റെ കരിയറിലാണ്. അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചിട്ട് ഇങ്ങനെ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസരം വി.ഡി. സതീശൻ്റെ ഈ അവസ്ഥ മുതലെടുത്ത് ചെന്നിത്തല ടീമും, അത് ചെന്നിത്തലയും സതീശനുമാണ് ഈ എന്താ പറയുക മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്നത്. അപ്പോൾ ചെന്നിത്തലയും നല്ല രീതിയിൽ വി.ഡി. സതീശന് പണി കൊടുക്കുന്നുണ്ട്. പറ്റാവുന്ന രീതിയിൽ ചെന്നിത്തല വി.ഡി. സതീശന് പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും മുഖം തിരിച്ച് പിടിക്കാൻ വേണ്ടി വി.ഡി. സതീശൻ പെടാപ്പാട് വിടുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ CPMലെ പെണ്ണുപിടിയന്മാരുടെ പെണ്ണുകേസും പഴയ പെണ്ണുകേസുകളൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വി.ഡി. സതീശൻ. അപ്പോൾ ഈ വി.ഡി. സതീശൻ്റെ അടുത്ത് നിൽക്കുന്ന, അതായത് കോൺഗ്രസ് പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന കുറച്ച് മാധ്യമപ്രവർത്തകരെ സ്വപ്ന സുരേഷിൻ്റെ അടുത്തേക്ക് വിട്ടിരിക്കുകയാണ്. അതായത് സ്വപ്ന സുരേഷിന് ചിലപ്പോൾ കോടികൾ ഓഫർ ചെയ്തു എന്നുള്ളൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ആൾക്കാർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുമ്പ് CPMൻ്റെ നേതാക്കന്മാർക്കെതിരെ സ്വപ്ന സുരേഷ് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ സമയത്ത് ഒരുപാട് ഇക്കിളി ചാറ്റുകളും ഇക്കിളി വീഡിയോകളും ഇക്കിളി ഓഡിയോകളൊക്കെ പുറത്തു വരുന്നു. പ്രത്യേകിച്ച് തോമസ് ഐസക്കിൻ്റെ, കടകംപള്ളി സുരേന്ദ്രൻ്റെ, ഈ P. ശശിയുടെ, അങ്ങനത്തെ പല ആൾക്കാരെയും ഇക്കിളി കഥകൾ പുറത്തു വന്നിരുന്നു. അതൊക്കെ വീണ്ടും പൊടി തട്ടിയെടുക്കാനും ഇനി പുറത്തുവിടാത്ത എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെങ്കിൽ അത് ഉടൻ പുറത്തു വിടണമെന്നും, പുറത്ത് വിട്ട് കഴിഞ്ഞാൽ കോടികൾ ഓഫർ ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലും വി.ഡി. സതീശൻ കാണിച്ച ആവേശത്തിന് പിന്നിൽ അതാണ്. ഈ രണ്ട് മാധ്യമപ്രവർത്തകരെ വിട്ടിട്ട് പറ്റാവുന്ന അത്ര ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് സ്വപ്ന സുരേഷിനെ വീണ്ടും കളത്തിലിറക്കാനാണ് ഇവരുടെ പരിപാടി, കോൺഗ്രസിൻ്റെ പരിപാടി. അപ്പോൾ സ്വപ്ന സുരേഷ് ഈ കോൺഗ്രസിനെ എത്രത്തോളം വിശ്വസിക്കും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതായത് ഈ സ്വപ്ന സുരേഷ് പല തവണയും CPM നേതാക്കന്മാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ആ സമയത്ത് ഉയർത്തിയിരുന്നു. അത് മീഡിയയിൽ സ്വപ്ന സുരേഷ് മയമായിരുന്നു ഒരു സമയത്ത്. ആ സമയത്ത് ഈ കോൺഗ്രസ് പാർട്ടി അതൊക്കെ എന്താ പറയുക മൗനം പാലിക്കുമായിരുന്നു. അതായത് ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് ഒരു അകലം പാലിക്കുമായിരുന്നു. അതായത് സ്വപ്ന സുരേഷിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തില്ല. ഈ വി.ഡി. സതീശനടക്കം, അതായത് പ്രതിപക്ഷ നേതാവായി ഉള്ള സമയത്ത് തന്നെയാണ് ഈ സ്വപ്ന സുരേഷ് വളരെ എന്താ പറയുക മോശം രീതിയിൽ CPM നേതാക്കന്മാർ ഇവരോട് പെരുമാറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മീഡിയയിൽ വലിയ ചർച്ച ഉണ്ടാക്കിയിരുന്നു. ഒന്നും വി.ഡി. സതീശനൊന്നും ഒരു വാക്ക് കൊണ്ടുപോലും സ്വപ്ന സുരേഷിനെ സപ്പോർട്ട് ചെയ്തില്ല. അതായത് ഒരു പ്രതിഷേധം പിണറായി വിജയൻ നിയമസഭയിൽ പോലും പിണറായി വിജയനെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും ഇവർക്കെതിരെയും പറയാൻ ഒരു വാക്ക് പോലും ഉച്ചരിച്ചില്ല. അത്രത്തോളം എന്താ പറയേണ്ടത് ഇവർക്കൊക്കെ അനുകൂലമായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത്തരം വി.ഡി. സതീശനെയും തൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് വിചാരിച്ചേക്കുന്ന ഒരാൾ കപ്പിനും ചുണ്ടിനുമിടയിൽ ഈ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുകയും, അപ്പോൾ അത് എങ്ങനെയെങ്കിലും തൻ്റെ മുഖം വീണ്ടെടുക്കണം, നഷ്ടപ്പെട്ട ആ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വപ്ന സുരേഷിൻ്റെ കാല് പിടിക്കാൻ പറഞ്ഞയച്ചിരിക്കുകയാണ് രണ്ട് മാധ്യമപ്രവർത്തകർ, ഈ വി.ഡി. സതീശൻ. അപ്പോൾ വലിയ രീതിയിലുള്ള തുക ഓഫർ ചെയ്തും വലിയ രീതിയിലുള്ള സുഖസൗകര്യങ്ങൾ ഓഫർ ചെയ്തു എന്നുള്ളൊരു വാർത്തയൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്ത് തന്നെയായാലും കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ഇക്കിളി കഥകൾ ഒരു പ്രവാഹം തന്നെയായിരിക്കും. അപ്പോൾ കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്നു ഈ കടകംപള്ളി സുരേന്ദ്രൻ, നമ്മുടെ ശ്രീരാമകൃഷ്ണൻ്റെയൊക്കെ വലിയ ചാറ്റുകളൊക്കെ ഇല്ലേ, ഈ തോമസ് ഐസക്ക് സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് പറയുന്നില്ലേ മൂന്നാറിലേക്ക് പോവാം, അവിടുത്തെ തണുപ്പ് ആസ്വദിക്കാം എന്നൊക്കെ, അത്തരത്തിലുള്ള ഇക്കിളി കഥകളൊക്കെ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ സജീവം ആകാൻ പോകും എന്നാണ് തന്നെയാണ് ഈ വി.ഡി. സതീശൻ്റെ ഈ
വാക്കിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ എന്തായാലും മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ വലിയൊരു സംഭവങ്ങളാണ് വരുന്നത്. ഈ മുകേഷ്, കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീരാമകൃഷ്ണൻ, തോമസ് ഐസക്ക്, MA ബേബി, അങ്ങനെ ഇനി അറിയാത്ത പല ആൾക്കാരുടെയും ഇക്കിളി കഥകളും ഈ സെക്സ് ചാറ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇനി പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കും കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇത്തരത്തിൽ ആൾക്കാർ BJPയിലും ഉണ്ടെന്ന്, അതായത് BJPക്കെതിരെയും വലിയ എന്തോ ഒന്ന് ശേഖരിക്കാൻ പോകുന്ന തരത്തിലാണ് VD സതീശൻ പറഞ്ഞത്. അപ്പോൾ അതും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആരായിരിക്കും BJPയിൽ നിന്നുള്ള, അതായത് ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ആരാണ് BJPയിൽ? ഇതുവരെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഇതുവരെ BJP നേതാക്കന്മാർക്ക് ആർക്കെതിരെയും ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ വന്നിട്ടില്ല. ആകെ വന്ന സന്ദീപ് വാര്യർക്കാണ്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. അപ്പോൾ എന്തായാലും കേരള രാഷ്ട്രീയം കലങ്ങി മറിയാൻ പോവുകയാണ്. ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരാൻ പോകുന്നത്. ഇനി സ്വപ്ന സുരേഷും കളത്തിൽ ഇറങ്ങുന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള ഇക്ലി കഥകളൊക്കെ പുറത്തു വരും. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി CPM ചെയ്യാൻ പോകുന്നത്, അതായത് അത് നമുക്കറിയാം, CPM എപ്പോഴും എന്തെങ്കിലും പ്രതിരോധത്തിലായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു പെണ്ണ് കേസ് പുറത്തു വരും. അതാരായിരിക്കും? സരിതയെ കൊണ്ടുവന്നിട്ട് പഴയ എന്തുകൊണ്ട് കോൺഗ്രസ്സിലെ KC വേണുഗോപാലും ഹൈബി ഈഡനും പോലത്തെ ആൾക്കാരും ഇവരൊക്കെ പീഡിപ്പിച്ച കഥകളും ഇക്കിളി കഥകളും വീഡിയോകളൊക്കെ വീണ്ടും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ കേരള നിയമസഭയിലടക്കം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയേറും ഈ പെണ്ണുപിടിയും കള്ളഗർഭവും മറ്റെന്താ പറയുന്നത്, നമ്മുടെ ആർഷോ പറഞ്ഞില്ലേ, തന്തയില്ലാത്ത കുട്ടികൾ ഉണ്ടാക്കി തരുന്നൊക്കെ വലിയ വെല്ലുവിളിച്ചില്ലേ കോളേജിലൊരു കുട്ടിയോട്. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളും ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയും. കേരളം അതിനെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി പല കഥകളും, പല ഇക്ലി കഥകളും, പല കള്ളവെടി കഥകളും ഇനിയും പുറത്തു പറയേണ്ടിയിരിക്കുന്നു. അതായത് രണ്ട് സൈഡിൽ നിന്നും ആൾക്കാർ പേടിച്ചിരിക്കുകയാണ്. അത് ആരൊക്കെയാണ്? അതായത് മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കണ്ടോ? അപ്പോൾ BJPക്കെതിരെ എന്ന് പറഞ്ഞപ്പോൾ ഒഫീഷ്യലായിട്ട് വന്ന് പറഞ്ഞു, തൻ്റെ ഇടമുണ്ടൊക്കെ പുറത്തു വിടട്ടോ, നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. അതായത് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, അവരുടെ മടിയിൽ കനമില്ല. പക്ഷേ ഈ കോൺഗ്രസിൻ്റെയും CPMൻ്റെ നേതാക്കന്മാർ മടിയിൽ വലിയ കനമുണ്ട്. ആ കനം എന്തുകൊണ്ട് അത് ഉള്ളത് കൊണ്ട് അവർക്ക് എല്ലാവരും പേടിയാണ്. അപ്പോൾ ഇവരാണ് ശരിക്കും പേടിച്ചിരിക്കുന്നത്. എന്തായാലും VD സതീശൻ ഉടൻ തന്നെ ഈ സ്വപ്ന സുരേഷിൻ്റെ പക്കൽ നിന്ന് ഇത്തരത്തിൽ ഇക്കിളി കഥകളൊക്കെ പുറത്തു വിടണം. അതായത് ഒരുപാട് ഇക്കിളി കഥകൾ കേരള സമൂഹം കേട്ടതാണ്. ഇനി കേൾക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് പുതിയ ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ VD സതീശൻ പുറത്തു വിടണം. VD സതീശൻ പറഞ്ഞത് വലിയ ബോംബാണ്. ഈ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ CPMലെ അത്യുന്നതന്മാർ വീട്ടിലിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് കാത്തിരിക്കാം. ഈ VD സതീശൻ്റെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ അത്തരത്തിലുള്ള വലിയൊരു ആരോപണം VD സതീശന് ആവശ്യമാണ്. കോൺഗ്രസ് പാർട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിനെക്കാട്ടി ആവശ്യം VD സതീശനാണ്. അപ്പോൾ നമുക്കതിനായി കാത്തിരിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ഇക്കിളി കഥകൾ കൊണ്ട് നിറയും. മാധ്യമങ്ങളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളൊക്കെ മുഖ്യധാര ചാനലുകളൊക്കെ ഇത് തന്നെയായിരിക്കും ചർച്ച. നമ്മുടെ കുടുംബങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ചാനൽ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ കോൺഗ്രസ്സിലെയും CPMലെയും പെണ്ണുപിടിയന്മാർ എക്സ്പോസ്ഡ് ആവട്ടെ. ഇനി ഇത്തരത്തിലുള്ള ആൾക്കാർ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. അതായത് ഒരു സ്ത്രീകൾക്ക് പോലും എന്തെങ്കിലും പ്രശ്ന പരിഹാരത്തിന് ഇത്തരം നേതാക്കന്മാർ ബന്ധപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർ എത്തരത്തിലായിരിക്കും പെരുമാറുന്നതെന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ പല സംഭവ വികാസങ്ങളും മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീലമ്പടന്മാരും പെണ്ണുപിടിയന്മാരൊന്നും ഒരിക്കലും അധികാര സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഇവന്മാരുടെ മുഖംമൂടി വലിച്ച് കീറട്ടെ. എന്തായാലും ഇത്തരത്തിലെ എല്ലാവരും ആൾക്കാരുടെ മുഖവും വികൃതമാവട്ടെ. വരും ദിവസങ്ങളിൽ അവരൊക്കെ ഇത്തരം കൂടുതൽ വാർത്തകൾ പുറത്തു വരട്ടെ. നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.